ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രൈസ് ബി ടു ജീസസ്. ഹല്ലേലൂയ. കാർമൽ റൂഹ മിനിസ്ട്രി കുടുംബാംഗങ്ങളെ, പുറപ്പാടിന്റെ പുസ്തകം അധ്യായം 23 25 തിരുവചനം. ആരെ ആരാധിക്കണം, ആരെ ആരാധിക്കരുത്, അനുകരിക്കരുത് എന്ന് പറയുകയും 4 കാര്യങ്ങൾ ഇന്ന് നിങ്ങൾക്ക് ഞാൻ നൽകുകയും ചെയ്യും എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്വരമാണ് പുറപ്പാട് 23 25 തിരുവചനം. നമുക്ക് നോക്കാം. നീ അവരുടെ അന്യദേവന്മാരെ കുമ്പിടുകയോ ആരാധിക്കുകയോ അവരുടെ ആചാരങ്ങൾ അനുഷ്ഠിക്കുകയോ ചെയ്യരുത്. നീ അന്യദേവന്മാരുടെ മുൻപിൽ കുമ്പിടുകയോ ആരാധിക്കുകയോ അവരുടെ ആചാരങ്ങൾ അനുകരിക്കുകയോ ചെയ്യരുത്. പിന്നെയോ നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളിൽ 4 വാഗ്ദാനങ്ങൾ, 4 അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് സാധിക്കും. 1, ഞാൻ നിങ്ങളുടെ ഭക്ഷ്യവും പാനീയവും ഞാൻ ആശീർവദിക്കും. ഭക്ഷണപരമായിട്ടെല്ലാം പാനീയം ആശീർവദിക്കും. 2, നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. 3, ഗർഭഛിദ്രമോ വന്ധ്യതയോ നിങ്ങളുടെ നാട്ടിൽ ഉണ്ടായിരിക്കുകയില്ല. 4, നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് നൽകും. നിങ്ങൾക്ക് ഞാൻ ദീർഘായുസ് നൽകും. പ്രിയപ്പെട്ടവരെ, പുറപ്പാട് 23, 24, 25 വചനങ്ങൾ നമ്മൾ ഓർത്തിരിക്കണം. അന്യദേവന്മാരെ ആരാധിക്കുകയോ അവരുടെ മുൻപിൽ കുമ്പിടുകയോ അവരുടെ ആചാരങ്ങൾ, നീ പല ജനങ്ങളായിട്ട് ഇടപഴകുമ്പോൾ അവരുടെ ആചാരങ്ങൾ അനുകരിക്കുകയോ ചെയ്യരുത്. അപ്പോൾ നീ സർവശക്തനായ ദൈവത്തെ പൂർണ്ണ ഹൃദയത്തോടെ ആരാധിക്കണം. അപ്പോൾ നിന്റെ ഭക്ഷണവും പാനീയവും ദൈവം ആശീർവദിക്കും. നിന്റെ ദേശത്ത് നിന്ന്, നാട്ടിൽ നിന്ന് രോഗം നിർമ്മാർജ്ജനം ചെയ്യും. വന്ധ്യതയോ ഗർഭഛിദ്രമോ ഉണ്ടായിരിക്കുകയില്ല. നിങ്ങൾക്ക് ദീർഘായുസ് നൽകും. നിങ്ങൾക്ക് ദീർഘായുസ് നൽകും. പുറപ്പാട് 23 അധ്യായം 24 25 തിരുവചനങ്ങൾ നമ്മെ നയിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഒരുപാട് ദുരാചാരങ്ങൾ നമ്മുടെ ക്രിസ്തീയ സമൂഹങ്ങളിലേക്ക് കൊണ്ടുവരികയും അതൊരു പാരമ്പര്യമായി തീരുകയും ചെയ്യുന്നുണ്ട്. വളരെ വളരെ ശ്രദ്ധിക്കണം. ഏത് കാര്യത്തിലായാലും അത് നമ്മൾ ചെയ്യാൻ പാടില്ല. ആ ദേശം തന്നെ രോഗത്താൽ വിഴുങ്ങിക്കളയും. ഇപ്പോൾ ഈ പറഞ്ഞത് മുഴുവനും സംഭവിക്കുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പുറപ്പാട് 23, 24, 25 തിരുവചനം നിങ്ങൾ മനഃപ്പാഠമാക്കണം. നിങ്ങളുടെ വീടുകളിൽ എഴുതി വെക്കണം. നിങ്ങളുടെ ചെറിയ തലമുറ, വളർന്നു വരുന്ന തലമുറ അത് കാണണം, കണ്ടു വളരണം. അവർ വരും തലമുറയ്ക്ക് പറഞ്ഞു കൊടുക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.